കാസർഗോഡിന്റെ ഖ്യാതി അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തിയ തളങ്കര തൊപ്പി ഓർമ്മയാകുന്നു. 2 നൂറ്റാണ്ട് മുമ്പാണ് തളങ്കരയിൽ തൊപ്പി നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കുറഞ്ഞതോടെ നിർമ്മാണത്തിൽ നിന്നും പിന്മാറാനൊരുങ്ങുകയാണ് 4ാം തലമുറക്കാർ. മുതൽ 60 വർഷത്തോളമായിരുന്നു തളങ്കര തൊപ്പിയുടെ പ്രതാപകാലം. അക്കാലത്ത് 3ാം തലമുറക്കാരനായ അബൂബക്കർ മുസ്ലിയാരാണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയിരുന്നത്. കടൽ കടന്ന് വിദേശ രാജ്യങ്ങളിലടക്കം തൊപ്പിക്ക് പ്രചാരമേറി. അദ്ദേഹത്തിന്റെ മരണശേഷം സംരംഭം മക്കൾ ഏറ്റെടുത്തു. ഒരു കാലത്ത് തളങ്കരയിലെ മിക്ക കുടുംബങ്ങളുടെയും ഉപജീവനമാർഗമായിരുന്നു തൊപ്പി നിർമ്മാണം. ബാംഗ്ലൂർ, കണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമാണ് ഇതിനുള്ള പരുത്തി കൊണ്ടുവന്നിരുന്നത്. ചെന്നൈ, ബാംഗ്ലൂരു, ഹൈദരാബാദ്, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളായിരുന്നു ആദ്യകാല വിപണി. പിന്നീട് ഗൾഫിലേക്കും ഇതര രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു. ഭംഗി കാരണം അന്താരാഷ്ട്ര വിപണികളിൽ ആവശ്യക്കാർ ഏറെയായിരുന്നു. എന്നാൽ പിന്നീട് അസംസ്കൃത വസ്തുക്കളുടെ വില കൂടുതലും ആവശ്യക്കാരുടെ കുറവും കാരണം നിർമ്മാണം പതിയെ കുറഞ്ഞു. പഴയ കാലത്താണ് കുറേ പേരുണ്ടായിരുന്നത്. ഏകദേശം തളങ്കരയിൽ 90% ആൾക്കാരും ഈ തളങ്കര തൊപ്പിയിലാണ് ഉപജീവനം കണ്ടെത്തിയിരുന്നത്. പിന്നെ കാലക്രമേണ ഗൾഫിലൊക്കെ ആൾക്കാർ പോകാൻ തുടങ്ങിയ ശേഷം മതിയാക്കി കൊണ്ടുവന്ന് ഇപ്പോൾ എൻ്റെ ഉപ്പൊക്കെ വെച്ചാൽ കുറേ കാലമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടുണ്ട്. ഇപ്പോൾ ഞാനാണ് ലാസ്റ്റായിട്ട് ഉണ്ടാക്കിക്കൊണ്ടുള്ളത്, വേറെ ആരുമില്ല. 2018 സംസ്ഥാന പൈതൃക പട്ടികയിൽ തളങ്കര തൊപ്പിയെയും ഉൾപ്പെടുത്തിയതായി സർക്കാർ പ്രഖ്യാപിച്ചു. ഉദ്യോഗസ്ഥർ തളങ്കരയിൽ തൊപ്പി പരിശോധിച്ച് ആവശ്യമായ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു. തൊപ്പി നിർമ്മാണത്തിന് ആവശ്യമായ മെഷീൻ, ഷെഡ് തുടങ്ങിയവയും സാമ്പത്തിക സഹായവും പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് ഇടപെടലുണ്ടായില്ല. അതന്നെ, അതിനുണ്ടാക്കുന്നതിനുള്ള ബെനിഫിറ്റ് കിട്ടുന്നില്ല നമുക്ക്. കാരണം അതിനുള്ള പ്രോഫിറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയ മുതലാണെന്നുള്ളൂ കിട്ടുന്നുള്ളൂ. കാസർഗോഡ് നഗരസഭ തൊപ്പിയുടെ വ്യാപനത്തിന് കുടിൽ വ്യവസായം എന്ന രൂപത്തിൽ 2018 വനിതകൾക്ക് പരിശീലനം നൽകി. തളങ്കര സ്വദേശി അക്കിച്ചയാണ് ഇതിന് നേതൃത്വം നൽകിയത്. ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ലഭിക്കാതെ വന്നപ്പോൾ അതും മുടങ്ങുകയായിരുന്നു. വിഷയത്തിൽ സർക്കാർ ഇടപെടലുണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് മലയാളം, കാസർഗോഡ്.